ദിലീപിൻ്റെ വിജയ നായികകളിൽ ഒരാളാണ് മമത മോഹൻദാസ്. മമത മോഹൻദാസ് ഇപ്പോൾ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് ദിലീപിനെ കുറിച്ച്. ദിലീപ് വെറും കച്ചറയാണെന്ന്, പെരുമാറാൻ കൊള്ളില്ല എന്ന്. ദിലീപ് വീണ്ടും ഒരു പടത്തിൽ അഭിനയിക്കാനായിട്ട് മമതനെ വിളിച്ചു. മമത ചെന്നില്ല, ഒഴിവില്ലാന്ന് പറഞ്ഞു, സുഖമില്ലാന്ന് പറഞ്ഞു, മാറി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപ് ഒരു കച്ചറയാണ്, അതുകൊണ്ടാണ് കളഞ്ഞിട്ട് മൂപ്പര് പോകുന്നത്. ഇതിന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിജീവിതയ്ക്ക് ഇവിടെ നീതി കിട്ടിയിട്ടില്ല. അതിജീവിതേനെ കാര്യത്തിൽ ഇപ്പോൾ ചെയ്തവർ മാത്രമാണ് അകത്ത് കിടക്കുന്നത്. ചെയ്യിച്ചവരെവിടെ? ഏതാണ് മമതയുടെ സ്റ്റേറ്റ്മെൻറ്റ്? ചെയ്യിച്ചവരെവിടെ? ചെയ്യിച്ചതിപ്പോൾ ആരായാലും അവർക്ക് കണ്ടെത്തിയിട്ടുമില്ല, അവർക്ക് ശിക്ഷ കിട്ടിയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ദിലീപാണല്ലോ ഇതിന് മുമ്പിൽ നിൽക്കുന്നത്. ദിലീപാണ് ഇതിൻ്റെ കുറ്റവിമുക്തനായിട്ട് പുറത്തു വന്നതും. പക്ഷെ വിശ്വസിക്കുന്നില്ല, മമത അതിലൊന്നും വിശ്വസിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമത 2 പടത്തിൽ ദിലീപിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. 2 സൂപ്പർ മെഗാ ഹിറ്റാണ്. ഒന്ന് 2 കൺട്രീസും ഒന്ന് മൈ ബോസും. 2 സൂപ്പർ ഹിറ്റാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗ്യ ജോഡികളാണ്. എന്നിരുന്നാലും ഈ അതിജീവിതയോട് ഒരുപാട് സ്നേഹമാണ് മമതയ്ക്ക്. മമത നല്ലൊരു പെൺകുട്ടിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി അഭിനയിക്കുന്ന, നല്ല പെരുമാറ്റമുള്ള, പക്ഷേ ഒരു മാരക രോഗം പിടിപെട്ടു എന്ന് മാത്രമാണ് ഒരു കഷ്ടമുള്ളൂ. അതിൻ്റെ ഒരുപാട് ദുഃഖങ്ങളും വിഷമങ്ങളും അനുഭവിക്കുമ്പോഴും അതിജീവിതയുടെ ഒപ്പം നിൽക്കുന്ന, ഉറപ്പായിട്ട് ശക്തമായിട്ട് പിന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മമത മോഹൻദാസ്. അതുകൊണ്ടാണല്ലോ ദിലീപിനെ പറ്റി പറഞ്ഞത്, ദിലീപ് ഒരു കച്ചറയെന്ന് പറഞ്ഞത്. അത് ദിലീപിന് ഏറ്റവും ഒരു തിരിച്ചടി തന്നെയാണ്. അപ്പോൾ ഈ ചെയ്യിച്ചവരും ഇതിൽ ഇന്നല്ലെങ്കിൽ നാളെ അകത്താകും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് മമതയും അതുപോലെ തന്നെ ഈ അതിജീവിതയുടെ പിന്നിൽ നിൽക്കുന്ന നമ്മളെല്ലാവരും ഉറച്ചു നിൽക്കുന്ന നമ്മളും വിശ്വസിക്കുന്നു. സത്യാധിക നാൾ മൂടി വയ്ക്കാൻ കഴിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് കുപ്പിയിൽ നിന്ന് തുറന്നു വിട്ട ഭൂതം പോലെ പുറത്തേക്ക് വരും. പക്ഷേ സ്വല്പം താമസമെടുക്കും, കാലതാമസം എടുക്കും. എടുക്കട്ടെ, ഭൂതം പുറത്തേക്ക് വരട്ടെ. നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ നമ്മൾ പോയാലും ആൾക്കാരിവിടെ വേറെ ഉണ്ടല്ലോ. നടക്കട്ടെ.